വിലായത്ത് ബുദ്ധ ഡയറക്റ്റഡ് ബൈ ജയൻ നമ്പ്യാർ. പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാം, ഈ ഒരു സിനിമ പുഷ്പനായിട്ടാണ് മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത്. അത് എന്ത് കണ്ടിട്ടാണെന്നുള്ള അറിയില്ല. പുഷ്പ 1 എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയാണ്. പക്ഷേ പുഷ്പ 2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചപ്പരി പടമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അപ്പോൾ അത് ഇതും കൂടി ഒരു കമ്പാരിസൺ വേണ്ട, രണ്ട് രീതിക്ക് പോകുന്ന ഒരു പടമാണ്. അപ്പോൾ വിലായത്ത് ബുദ്ധയൊക്കെ വരുമ്പോൾ എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. ആകെ എനിക്ക് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അത് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. പിന്നെ അതേപോലെ തന്നെ ആയിട്ട് ഇൻ്റർവെല്ലിനൊക്കെ മുന്നേ ആണെന്ന് തോന്നുന്നത്. ആ ഒരു ടൈമിൽ ഒരു ഇമോഷണൽ ഒരു കുട്ടിൻ്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും ആ ഒരു കിട്ടിയൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടം ഞാൻ പറയാം നോവൽ അഡാപ്റ്റേഷനാണ്. അപ്പോൾ നോവലിൽ എന്താണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സിനിമ ഒന്നും ഒരു വകക്ക് പറ്റുന്നില്ല. അതാണ് ഈ സിനിമൻ്റെ ഒരു സത്യാവസ്ഥ. ഈ ഒരു പടം തുടങ്ങി അപ്പോൾ പൃഥ്വിരാജില്ല, കുറേ നേരത്തിന് പൃഥ്വിരാജില്ല. അപ്പോൾ ഇങ്ങനെ 3 മണിക്കൂറുണ്ട്. ഈ 3 മണിക്കൂറിൽ ഒരു 3/4 മണിക്കൂറോളം ഈ നായികയും പിന്നെ പ്രിയമ്പത ഉണ്ടല്ലോ, മറ്റേ മിന്നൽ വേള 37 മറ്റേ പൃഥ്വിരാജും കൂടെ ഉള്ള കിടന്നിട്ടുള്ള ഒയക്കലാണ് ഒരു 3/4 മണിക്കൂർ. ഭയങ്കര വ്യത്യാസം. ഒന്നാമത് പൃഥ്വിരാജ് വരാനേ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പൃഥ്വിരാജ് വരുന്നത്. അപ്പം പൃഥ്വിരാജ് വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒയക്കൽ. അപ്പം അത്രയും ടൈം പോവുകയാണ് വെറുതെ അനാവശ്യമായിട്ട്. ഒരു കാര്യം കിട്ടണ്ടേ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഇങ്ങനെ പ്ലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമോ എന്നൊക്കെ പ്രൊഫഷണലായിട്ട് ഇരുന്ന് പറഞ്ഞ പോലെ അല്ല. പ്ലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് എൻഗേജിങ് ആയിട്ട് തോന്നണ്ടേ. പിന്നെ തുടക്കം വരുന്നത്, പിന്നെ സ്റ്റാർട്ടിങ് ഷമ്മി തിലകൻ്റെ കുറച്ചൊരു സാധനങ്ങളുണ്ട്, അതും കുറച്ചൊന്ന് എൻഗേജിങ് ആയിട്ട് തോന്നി. പിന്നെ തന്നെ ഈ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞില്ല നമ്മളൊരു ഇരുത്താണ് ബോറടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബോറടി. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, ഞാൻ കുറേ ആൾക്കാർക്ക് ഇത് സിനിമ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ ബോറടി ഒരു 1.5 ബോറടി ആയിരുന്നു സത്യം പറയാം. പിന്നെ അതേപോലെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ഭയങ്കര സൗണ്ട് കൂടുതൽ. ഇത് നമ്മൾ കേൾക്കും മ്യൂസിക്, എത്രയോ സൗണ്ട് എന്തിനാണ്, സാധാ പോരട്ടാ പോരെ, എന്തിനാണിത് ഈ തിയേറ്റർ. ഞാൻ തിയേറ്ററിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു, പിന്നെ ഓരോരുത്തർ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായി മ്യൂസിക്കിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. ചില തിയേറ്ററിൻ്റെ സ്പീക്കറിന് മറ്റേ ചിലമ്പിച്ചുണ്ടാവില്ല. പക്ഷേ ഞാൻ ഇന്നും കാണുന്ന തിയേറ്ററിൽ നിന്ന് ഞാൻ കണ്ടത് സ്പീക്കറിന് ഒരു കുഴപ്പമില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മ്യൂസിക് ഭയങ്കര ലൗഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ ഒച്ചമുടി ഉണ്ടാക്കിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആവില്ലല്ലോ. പിന്നെ തന്നെ ഈ പറഞ്ഞ പോലെ അതിന് മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞത് ഡെഫിനറ്റായിട്ട് ഷമ്മി തിലകനാണ്. ചില സമയത്ത് ഫോഴ്സ്ഡായിട്ട് വരുന്ന ചില സാധനങ്ങൾ ഒരു ക്യാരക്ടറിനുണ്ട്. ഷമ്മി തിലകന് ചെയ്തുകൊണ്ട് മാത്രം ക്രിഞ്ചാവാതെ കിട്ടിലനായിട്ട് തോന്നിപ്പോയിട്ടുണ്ട്. അതായത് ക്രിഞ്ച് ആവേണ്ട സാധനങ്ങൾ ഷമ്മി തിലകന് ചെയ്തുകൊണ്ട് പക്ക ആയി പോയിട്ടുണ്ട്. അപ്പം ഷമ്മി തിലകന് ഇങ്ങോട്ട് ഫസ്റ്റ് തന്നെ ആ ഒരു ഗത്തിലാണ് ഷമ്മി തിലകൻ വരുന്നത്. അത് പറ്റിയ റോള് ഷമ്മി തിലകന്. അത് ത്രൂ ഔട്ട് മൂപ്പർ അത് പിടിച്ച് ഗംഭീരമായിട്ട് ചെയ്തിട്ട് പൃഥ്വിരാജിൻ്റെ റോളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചന്ദനത്തിൻ്റെ സംഭവമാണ്. ഡബിൾ മോഹനൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഡബിൾ മോഹനന് ഈ ചന്ദനം കടത്തുന്ന തീരെ യോജിക്കില്ലാത്ത പരിപാടിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് കാണാൻ ചന്ദനമരം കടത്താണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ലോജിക്ക്. പൊതുവേ ഒരു സിനിമയിൽ, പ്രത്യേകിച്ച് ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ സിനിമ തുടങ്ങി പൃഥ്വിരാജ് മറ്റേ അതൊക്കെയാണ് റോൾ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. കുറേ ആൾക്കാർ ഇവരിപ്പോൾ ഇങ്ങനെ അല്ലാതെ പിന്നെ എന്താ ആലോചിക്കണം, ക്യാരക്ടർ ഡബിൾ മോഹനം വരുമ്പോൾ ഇങ്ങനെ കൈ മടന്നതല്ല. അപ്പോൾ അതൊന്ന് ഇതിപ്പോൾ ആര് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ക്യാരക്ടറേ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ക്യാരക്ടറാണ് ഇത്. പിന്നെ ഇതിന് ഈഗോ ക്ലാഷ് എന്ത് അവസാനം വെച്ചിട്ട് എന്തിനാനൊരു കൂസനായി പോയി ഇത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ. ഈ പെണ്ണ് ഒന്നും പറഞ്ഞില്ല, ഞാൻ ക്ലൈമാക്സ് കാണുമ്പോൾ മനസ്സിലാവും എന്ത് ക്ലൈമാക്സ് ഉണ്ടാക്കിയിട്ട് എന്തിനാണ് അത്ര തല്ലുണ്ടാക്കി. ബാക്കിയുള്ളൊരു തെറ്റ് ചെയ്തോ കുഴപ്പമില്ല. അതൊരു ഞാൻ പറയാം, ചന്ദനം പോയിട്ട് അത് തപ്പി പിടിച്ച് പോകുന്ന ഒരു സീനുണ്ട് ലാസ്റ്റ്. അപ്പം ആരാ കൊണ്ടേക്കണേ? അതിൻ്റെ ക്യാരക്ടറാണ്, പൃഥ്വിരാജിന് വേണ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പം പിന്നെ ഒരു പ്രശ്നമില്ല പൃഥ്വിരാജ്. ഇതാണ് അവസ്ഥ പറഞ്ഞിട്ട്, ഇതാണ് ത്രൂ ഔട്ട് അവസ്ഥ സിനിമൻ്റെ. പിന്നെ തന്നെ ജീപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരു മലൻ്റെ മേലെ പോകണം ചെയ്ത് വെച്ചിട്ടുള്ള അത് വേറെ കോമഡി. VFX അത്യാവശ്യം നന്നായിട്ട് തോന്നി. പക്ഷെ അതൊക്കെ ഈ പറയണ പോലെ ഫ്രഷായിട്ട് കിടക്കുകയാണ്. ഇത് തീരുന്നില്ല. മല കയറും, എത്ര നേരം മല കയറുന്നത്? ചില ആൾക്കാർ ഈ നേരം കൊണ്ട് ശരിക്കും കാലുമ്പോൾ മല കയറി പോയിട്ടുണ്ടാവും. അപ്പം പൃഥ്വിരാജ് ജീപ്പിക്കടെ നേരത്തിട്ടില്ല. ഇതാണ് സിനിമൻ്റെ അവസ്ഥ. അനാവശ്യമായിട്ട് സ്ട്രെച്ചായിട്ട് കിടക്കുക, വലിച്ചു നീട്ടുക. എന്തത് 2 മണിക്കൂർ 2.5 മണിക്കൂറിന് സിനിമ തീർന്ന വിൽക്കാൻ പ്രശ്നം ഉണ്ടായിരിക്കണം. ഈ 3/4 മണിക്കൂറോളം ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ഒരു സിനിമ ഇരുന്നത്. എന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ ഉണ്ടോ അൺകട്ട് സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കൂലേ, അങ്ങനെ കട്ട് ചെയ്ത സീനുകൾ ഇങ്ങനെ ഒഴിവാക്കിയതൊക്കെ ഞാൻ കാണിക്കില്ലേ. അതൊക്കെ ഇതിലുണ്ട്. കാരണം കട്ട് ചെയ്തിട്ടില്ല. അതൊരു സംഭവം ഉണ്ടാക്കുക. കട്ട് ചെയ്താലല്ലേ അത് കാണിക്കേണ്ട ആക്കിയത്. ഇതിനൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് സിനിമൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ സിനിമ 2-3 സാധനങ്ങൾ ഓക്കെ, അത് നന്നായി എന്നുള്ളത് തോന്നിയത്. അല്ലാതെ 3 മണിക്കൂറിൽ എനിക്ക് 2-3 സംഭവങ്ങൾ തോന്നിയിട്ടാണ്, അതും കൂടി നോട്ട് ചെയ്യണം. അതല്ലാതെ
ഈ സിനിമ എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സിനിമ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. വിസാഖ ടോക്സ് സൈനിങ് ഔട്ട്.